ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് SCERT 5ാം ക്ലാസ്സിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ്. ഒറ്റയല്ലൊരു ജീവിയും. ആഹാര ശൃംഖലാജാലം. എന്താണ് ആഹാര ശൃംഖലാജാലം? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. ഇനി ആഹാര ശൃംഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് ചെയിൻ. ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല. ഉദാഹരണം: പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗമാണ് സസ്യങ്ങൾ. സസ്യങ്ങളെ തന്നെയാണ് നമ്മൾ ഉൽപാദകർ എന്നും പറയുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് പ്ലവകങ്ങൾ. എന്താണ് പ്ലവകങ്ങൾ? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. ഇനി ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം. ഉദാഹരണം: വയൽ, പുൽമേടുകൾ, മരുഭൂമി, ധ്രുവപ്രദേശങ്ങൾ, കണ്ടൽക്കാടുകൾ, സമുദ്രം, വനങ്ങൾ. ഒരു ആവാസത്തിൽ ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ ഉണ്ടാകും. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു അധിനിവേശ മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇത് നമ്മുടെ ജലാശയങ്ങളിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. ആഗോള കടുവാ ദിനം ജൂലൈ 29. ഇന്ത്യ ഗവൺമെൻറ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് 1973 ഏപ്രിൽ 1. 1973 ഏപ്രിൽ 1 ഇന്ത്യ ഗവൺമെൻറ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത്. ഇനി എന്താണ് പ്രകാശ സംശ്ലേഷണം? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജത്തിൻ്റെ സഹായത്താൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണമെന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളിൽ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. സസ്യങ്ങൾ ശ്വസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാതകവും ഓക്സിജൻ തന്നെയാണ്. ശ്വസനഫലമായി എല്ലാ ജീവികളും പുറന്തള്ളുന്ന വാതകവും കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ പുറന്തള്ളപ്പെടുന്ന വാതകവും ഏതുതന്നെയാണ്? ശ്വസനഫലമായിട്ട് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്.